നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ നേടാനായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്കുള്ളതാണ്. വലിയൊരു സ്വപ്നത്തെ കുറേ നാളായി കൊണ്ടു നടക്കുന്നു, അതിനായി പരിശ്രമിക്കുന്നു, എന്നാൽ ഒന്നും ശരിയാകുന്നില്ല. അതിനായി പരിശ്രമിക്കും തോറും അത് കൂടുതൽ അകന്നു പോകുന്ന പോലെ തോന്നുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളെ ഗിവ് അപ്പ് ചെയ്യാനുള്ള ഒരു പോയിന്റിലാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഡു നോട്ട് ഗിവ് അപ്പ്. മാനിഫെസ്റ്റേഷൻ കോച്ചായ ക്രിസ്റ്റീന ബോൾഡ് നൽകുന്ന പ്രാക്ടിക്കലായ അപ്രോച്ച് വളരെയധികം സഹായകമാണെന്ന് തോന്നിയതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു കണ്ടന്റാണ് നിങ്ങളുമായി ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇതിനായി ആദ്യം മനസ്സിലാക്കേണ്ടത് മാനിഫെസ്റ്റേഷൻ 2 തലങ്ങളിൽ നടക്കുന്നു എന്നതാണ്. ഇതിൽ ആദ്യത്തേത് ലോജിക്കിൻ്റെ തലമാണ്. ഇത് ഓട്ടോമാറ്റിക്കായ ഡീഫോൾട്ടായ മാനിഫെസ്റ്റേഷൻ ഫീൽഡാണ്. ഈ തലത്തിലാണ് മിക്കവാറും ആളുകൾ പ്രവർത്തിക്കുന്നത്. ഈ തലത്തിൽ റിസൾട്ട് ലീനിയറാണ്. നമുക്കെന്ത് ലഭിക്കുന്നു, എന്ത് കിട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അവ കഴിഞ്ഞുപോയ നാളുകളിൽ കിട്ടിയ റിസൾട്ടിനെ ആശ്രയിച്ചാണുള്ളത്. ഇവിടെ കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പ്രഡിക്റ്റബിളാണ്. നമുക്ക് കുറേയൊക്കെ മുൻകൂട്ടി പറയാൻ സാധിക്കുന്നവയായിരിക്കും. ഈ ഒരു തലമാണ് റിയാലിറ്റിയായി നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു റിയാലിറ്റിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്ര മികച്ച റിസൾട്ട്സ് നമുക്ക് ലഭിക്കുമെന്നത്. ഈ പറയുന്ന കാര്യം ഒരു പരിധിവരെ ശരിയാണെങ്കിലും ആ പരിധി കഴിഞ്ഞാൽ അവയ്ക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാതാകുന്നു. പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് വലിയ കാര്യങ്ങൾക്കായി പ്രയത്നിക്കുമ്പോഴാണ്. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസൃതമായി, കൊടുക്കുന്ന എഫേർട്ടിനനുസൃതമായ ഔട്ട്പുട്ട് കിട്ടാത്തതായി നമ്മൾ കണ്ടു തുടങ്ങുന്നു. അപ്പോഴാണ് ഈ ഒരു തലത്തിൻ്റെ ലിമിറ്റേഷൻസിനെക്കുറിച്ച്, കുറവുകളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മൾ ആഗ്രഹിക്കുന്ന ആ വലിയ ക്രേസിയായ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ വ്യക്തികൾ കൊടുക്കുന്ന എഫേർട്ടും അവർക്ക് കിട്ടുന്ന റിസൾട്ടും തമ്മിൽ വലിയ വൈരുദ്ധ്യമുള്ളതായി കാണാൻ സാധിക്കും. അവർ ചെയ്യുന്ന ഹാർഡ് വർക്കിനേക്കാൾ എത്രയോ ഹാർഡ് വർക്ക് ചെയ്യുന്ന വളരെ സാധാരണക്കാരായ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ അവർ തങ്ങളുടെ കഠിന പരിശ്രമത്തിനനുസൃതമായി സമ്പന്നരാകുന്നത് നമ്മൾ കാണുന്നില്ല. അങ്ങനെയെങ്കിൽ ഹാർഡ് വർക്കിനുപരിയായി മറ്റു പല കാര്യങ്ങളുമുണ്ടെന്ന് പറയേണ്ടി വരും. മറ്റു പല ശക്തികൾ, ഇല്ലോജിക്കലായ ഫോഴ്സുകൾ ഉണ്ടെന്ന് പറയേണ്ടി വരും. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ഇല്ലോജിക്കലാണ്, ഇമ്പോസിബിൾ ആണ് എന്ന് പറയുന്ന പല കാര്യങ്ങളും ഈ ഒരു ലോജിക്കലായ തലത്തിനെ ആശ്രയിച്ചാണ് നമ്മൾ വിലയിരുത്തുന്നതെന്ന്. എന്നാൽ ലോജിക്കിനപ്പുറം നിലനിൽക്കുന്ന മറ്റൊരു തലമുണ്ട്, ഇൻറ്റൻഷണൽ മാനിഫെസ്റ്റേഷൻ്റെ സാധ്യതകളുടെ തലം. ഇവിടെയാണ് നമ്മൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇല്ലോജിക്കലായ റിസൾട്ടിൻ്റെ ഒരു സെൻസുമില്ല എന്ന് തോന്നുന്ന പോലെയുള്ള റിയാലിറ്റി ഷിഫ്റ്റുകൾ നടക്കുന്ന തലം. ഇവിടെയാണ് ഇമ്പോസിബിൾ ആണ്, അൺറീസണബിൾ ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നത്. ഇതിനായി ആദ്യം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇമാജിനേഷൻ. ഇതിനായി ദിവസത്തിൽ പല തവണയായി ഒന്ന് നിശ്ചലമായി അകത്തേക്ക് തിരിഞ്ഞ് നാം ആഗ്രഹിക്കുന്ന ആ ഒരു റിയാലിറ്റിയെ മനസ്സിൽ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഭാവനയിൽ കൊണ്ടുവന്ന് നമ്മുടെ നിലവിലെ റിയാലിറ്റിയെ മാറ്റിയെഴുതാം. എനിക്കെന്തു വേണം എന്ന അനുഭവത്തിലൂടെ കടന്നു പോകാം, അതിനെ ഫീൽ ചെയ്യാം. ബിസിനസ് വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിലവിൽ 0 ബാലൻസ് ആണെങ്കിലും ക്ലയൻസിന് കിട്ടുന്നതായി, പണം കിട്ടുന്നതായി, വിജയം ആഘോഷിക്കുന്നതുമായെല്ലാം മനസ്സിൽ കാണാം. ഏറ്റവും പ്രധാനപ്പെട്ടത് അവ യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ ഉളവാകുന്ന ഫീലിങ്സിനെ ഫീൽ ചെയ്യുക എന്നതാണ്. ഫീൽ ദ ഫീലിങ്സ്. അവയെ എത്ര നോർമലായി, സാധാരണ നടക്കുന്ന ഒരു സംഭവമായി കാണാൻ സാധിക്കുന്നു അത്ര നോർമലായി കാണുക എന്നതാണ്. ഉദാഹരണമായി, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉള്ള ആളുകളുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്നത്, സമാനമായ സാഹചര്യങ്ങളുമായി സ്വയം പരിചിതമാക്കുന്നത് എന്നിവയെല്ലാം നമ്മുടെ സ്വപ്നങ്ങളെ ഒരു ഉയർന്ന തലത്തിൽ എന്തോ വലിയ കാര്യമെന്ന രീതിയിൽ കാണുമ്പോൾ അത് ഫ്രിക്ഷനിലേക്ക്, റെസിസ്റ്റൻസിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് സാധിക്കുന്ന അത്രയ്ക്കും നമ്മൾ മനസ്സിൽ കാണുന്ന കാര്യത്തെ നോർമലൈസ് ചെയ്യുവാൻ, സാധാരണയായി നടക്കുന്നൊരു സംഭവമായി കാണുവാൻ നമുക്ക് പരമാവധി പരിശ്രമിക്കാം. രണ്ടാമതായി, റെസിസ്റ്റൻസ് മാറ്റുന്നത്. ഇവ ഭാവനയിൽ കാണുമ്പോൾ ഭയമോ സംശയമോ റെസിസ്റ്റൻസോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്.
ഞാൻ ആരാണ് ഇതെല്ലാം ആഗ്രഹിക്കാൻ, ഇതെനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന പോലെയുള്ള ചിന്തകൾ വരാൻ സാധ്യതകളേറെയാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ സ്വയം പറയാം, എനിക്ക് ഈ സംശയമുണ്ടെങ്കിലും ഭയം തോന്നിയാലും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് നേടാൻ സാധിക്കും. അത് ഇപ്പോഴും സാധ്യമാണ്. ഇറ്റ് ഈസ് സ്റ്റിൽ പോസിബിൾ. അവസാനത്തെ സ്റ്റെപ്പാണ് എൻ്റെ ഈ ഒരു ഗോളിൽ നിന്നും ഡിസയറിൽ നിന്നും ഡിറ്റാച്ച് ആവുക എന്നത്. എനിക്ക് സ്വന്തമായ ഒരു വീട് വേണം, എനിക്ക് വിജയകരമായ ഒരു ബിസിനസ് വേണം എന്നെല്ലാം ആഗ്രഹിക്കുമ്പോഴും എനിക്കിപ്പോൾ സേഫായി തോന്നാൻ, ഓക്കെയായി തോന്നാൻ, ഉള്ളിൽ സമാധാനം അനുഭവപ്പെടാൻ അല്ലെങ്കിൽ ഉള്ളിൽ സന്തോഷം തോന്നാൻ ഇവ ആവശ്യമില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ സ്വയം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഐ വോണ്ട് ഇറ്റ് ബട്ട് ഡോണ്ട് നീഡ് ഇറ്റ്. ഇവയെ ആശ്രയിച്ചല്ല എൻ്റെ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നത് എന്ന ബോധ്യം. ഇത് ഞാനും എൻ്റെ മാനിഫെസ്റ്റേഷനും തമ്മിൽ, അല്ലെങ്കിൽ ഞാനും എൻ്റെ ആഗ്രഹങ്ങളും തമ്മിൽ വേർപെടുത്താൻ ഇടയിലൊരു സ്പേസ് കൊണ്ടുവരാൻ, അങ്ങനെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാൻ സാഹചര്യങ്ങൾ ഒരുങ്ങാൻ കാരണമാകുന്നു. ഓർത്തിരിക്കേണ്ട കാര്യം, ഇവ ചെയ്തു തുടങ്ങുമ്പോഴും നമ്മൾ പഴയ റിയാലിറ്റിയിൽ തന്നെയായിരിക്കും അപ്പോഴുമുള്ളത്. ഒരു മാറ്റവും സംഭവിച്ചു കാണില്ല. എങ്കിലും ഓരോ തവണയും ഇവ ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ പണിതുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉപബോധ മനസ്സിൽ ഈ ഒരു അനുഭവം സിങ്ക് ഇൻ ചെയ്ത് ശരീരത്തിൽ ഈ ഒരു പുതിയ ഫ്രീക്വൻസിയെ നിലനിർത്തി അങ്ങനെ മറ്റൊരു റിയാലിറ്റിയുമായി സ്വയം മാച്ച് ചെയ്യുകയാണെന്ന് ഓർത്തിരിക്കാം. അങ്ങനെ സാധ്യതകളുടെ തലത്തിലേക്ക് നമ്മൾ പുതിയ സിഗ്നൽസ് അയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സാധ്യതകളുടെ തലത്തിൽ റീഅറേഞ്ച്മെൻറ്റുകൾ നടക്കുന്നു. പുതിയ അവസരങ്ങൾ, ആളുകൾ, കോയിൻസിഡൻസുകൾ എല്ലാം അണിനിരക്കുകയും അങ്ങനെ അവ സംയോജിക്കുകയും അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ടിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഈ ഒരു തലത്തിൽ ലോജിക്കോ പ്രെഡിക്റ്റബിലിറ്റിയോ ഒരു വിഷയമേ അല്ല. അവ അവിടെ പ്രവർത്തിക്കുന്നില്ല. അവ താഴ്ന്ന തലത്തിൽ ലോജിക്കൽ റെൽമിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഇവയെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ ഉപബോധ മനസ്സ് നമ്മെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മളെ പിന്തിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. പല റിസ്കുകളെക്കുറിച്ച്, അപകട സാധ്യതകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ നിരന്തരം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് വേണ്ടാത്ത കാര്യത്തിൽ നിന്നും എനിക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് നിരന്തരം ഫോക്കസ് കൊണ്ടുവരുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതെങ്ങനെ സംഭവിക്കും, എപ്പോൾ സംഭവിക്കും എന്നൊന്നും ആകുലപ്പെടാതെ എനിക്ക് എന്താണ് വേണ്ടത്, ആ ഒരു പ്രക്രിയയിൽ ഞാൻ എങ്ങനെയുള്ളൊരു വ്യക്തിയായിരിക്കും എന്നതിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാം. മിക്കവാറും ആളുകൾ തന്നെയും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നവരാണ്. ഒരിക്കൽ ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്നും ഒരു കാര്യം വാങ്ങിയാൽ പിന്നീട് അതേ ഷോപ്പിൽ നിന്നും വീണ്ടും ഒരു സാധനം വാങ്ങാൻ നമുക്ക് ഭയം തോന്നില്ല. അതേ ഷോപ്പിൽ നിന്നും മറ്റൊരു കാര്യം വാങ്ങാനായി ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടെൻഷനൊന്നുമില്ലാതെ അത് വരുന്നത് വരെ കൂളായി നമ്മൾ കാത്തിരിക്കും. ഇതുപോലുള്ളൊരു വിശ്വാസം നമ്മളിലേക്ക് വന്നു ചേരുമെന്ന ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകും. തീർച്ചയായും നമ്മുടെ റിയാലിറ്റിയും നമ്മുടെ സ്വപ്നങ്ങളും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. അത് എത്ര വലിയ സ്വപ്നമാണോ അത്രയധികം വലിയ ഗ്യാപ്പായിരിക്കും അത് സാക്ഷാത്കരിക്കാനും അതനുസരിച്ച് സമയമെടുത്തെന്ന് വരാം. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം വിശ്വാസത്തെ മുറുകെ പിടിച്ച് കാത്തിരിക്കുക എന്നതാണ്. ഇഫ് വി ഹോൾഡ് ലോങ് ഇനഫ്, circumstances starts to change.